ദേ വെളുപ്പാങ്കാലത്തെ ബസ്സിൽ കയറിയിരിക്കുന്നുണ്ട്. എൻ്റെ കുറച്ച് കഥകൾ കഴിഞ്ഞപ്പോഴേക്കും നേരെ ബസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നൊരു കുറുക്കറെ മേടിച്ച് നേരെ ട്രെയിനിൽ കയറിയിരുന്നു. ഞാനിവിടെ നീ കുറുക്കറ് കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ വേറെ കുറേ സാധനം കഴിക്കണമെന്നാണ്. അതൊക്കെ ഞാൻ അമ്മച്ചോട് പറഞ്ഞ് വിളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിജനത്തിലേക്ക് നോക്കിയിരുന്ന് നന്നായിട്ട് അഭിനയിച്ച് കുറുക്കറ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തിക്ക് ഗ്യാസ് കയറി ഇടിച്ചു കൊടുക്കാൻ. എന്തെങ്കിലും പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് എൻ്റെ പ്രതികാരം മൊത്തം നിർത്തി ഞാൻ നല്ല ഇടിയാൻ കൊടുത്തിട്ടുണ്ട്. ഒരുത്തി ഭയങ്കര ഐഡിയയിൽ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. വേറൊരുത്തി ഇവിടെ വന്ന് ആരെങ്കിലും ഗിറ്റാറും വെച്ച് പാട്ട് പാടുന്ന പറഞ്ഞ് കൂട്ടണസ് ഇട്ടിരിക്കുകയാണ്. ഇത് രണ്ടിലും പെടാതെ എന്നെ നോക്കിയിരിക്കുന്ന അടുത്തൊരുത്തി. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി രാവിലത്തെ ഫുഡ് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞാൻ നേരെ കിടന്നുറങ്ങി. ഇതായിരുന്നു ഞാൻ പറഞ്ഞ സംഭവം. നല്ല ചോറും അയില വറുത്തതും മെഴുക്കുവരട്ടിയും പപ്പടമൊക്കെ ഇട്ട് അത് കഴിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. എന്നിട്ട് വൈകിട്ട് എണ്ണീപ്പോഴേ അമ്മ പറഞ്ഞു കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന്. സ്കിൻ കെയറിൻ്റെ വീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഇന്ന് അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചട്ടി. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് ഭയങ്കര ഒച്ച. നോക്കിയപ്പോൾ 2 കിങ്ങിണികൾ. കുറേ നേരം അതിനെ നോക്കി നമ്മളെല്ലാവരും കൂടെ സംസാരിച്ചിട്ടുണ്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അനിയത്തിക്ക് കുറച്ച് പണി കൊടുത്ത് എൻ്റെ തലയൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടി. അപ്പോഴേക്കും ചേട്ടൻ വന്നവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കോഫി കുടിക്കാൻ വേണ്ടി വന്നു. എൻ്റെ കോഫി ആട്ടോ എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തു, ഞാനും കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നപ്പോഴേക്കും നിറയെ കിറ്റൊക്കെ ഉണ്ടാകുന്നു. അപ്പോഴും റോട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള മണം. പിന്നെ ഞാൻ കണ്ടുപിടിച്ചത് മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിരുന്നു. മന്തി കണ്ട് എൻ്റെ തുള്ളലാണ് ഇപ്പോൾ കാണുന്നത്. മന്തി കണ്ടാൽ പിന്നെ ഒന്നും ഇവിടെ കിടക്കും, ഒന്നും വേണ്ട. അങ്ങനെ അതെടുത്ത് കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇതവസ്ഥ ഇരുന്നങ്ങ് നേരങ്ങും. കാരണം കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കുന്ന അത്ര. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഇരിക്കണം. അമ്മയ്ക്ക് ഇതുവരെ എൻ്റെ മുടി പിടിച്ചിട്ടില്ല. അപ്പോഴും എന്നെ കുറ്റം പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പട്ടി കയറി അടിക്കാൻ വേണ്ടി കുറച്ച് സംഭവമൊക്കെ സെറ്റാക്കി വെച്ച് അവന്മാരോട് സംസാരിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങി.